ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഇതിലെൻ്റെ ഡെയിലി നൈറ്റ് സ്കിൻ ആൻഡ് ഹെയർ കെയർ റുട്ടീനാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മുടി ചെയ്തിട്ടത് പുട്ടപ്പ് ചെയ്ത് വയ്ക്കുക ചെയ്യാറ്. അപ്പോൾ ഞാൻ ഹെയറിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നരാടം മുടി എന്തായാലും ഓയിൽ തേച്ചൊരു മസാജൊക്കെ കൊടുത്ത് ഞാൻ ഹെയർ വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഡൗവിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഡവിൻ്റെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക, മുടി ഷൈനി ആയിട്ട് കിടക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ വേറെ ഒരു ഷാമ്പൂ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടില്ല, ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഡവാണ് യൂസ് ചെയ്യാറ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് റോസ്മേരി വാട്ടറാണ് പിന്നെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ എടുത്തേക്കണ ശ്രേയസിൻ്റെ ഒരു റോസ്മേരി വാട്ടറാണ്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പാർട്ടായിട്ടൊക്കെ കാണിച്ചേക്കുന്ന പോലെ, എന്നിട്ട് അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ്സ് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക, പുട്ടപ്പ് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫേസ് വാഷാണ്. അപ്പോൾ ഞാൻ 2 ഫേസ് വാഷ് എടുക്കുന്നുണ്ട്. മമാഅർത്തിൻ്റെ ഉപ്റ്റൻ ഫേസ് വാഷും ഫോമിങ് വിറ്റമിൻ സി ഫേസ് വാഷും. അങ്ങനെ രണ്ടും ഇച്ചിരി എമൗണ്ടിലെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫോമിങ് ഫേസ് വാഷിൻ്റെ ഈ ഒരു ബ്രഷില്ലേ, ഇത് വെച്ച് നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും മുഖത്ത് അപ്ലൈ ചെയ്യരുത്. കാരണം ആക്നി പ്രോൺ സ്കിന്നാണെങ്കിൽ കുരുക്കൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നാൽ ഇച്ചിരി എമൗണ്ടിൽ എടുത്തിട്ട് നല്ല രീതിക്ക് കയ്യിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മുഖം ഒന്ന് വെറ്റാക്കുക. ആ വെറ്റാക്കിയതിന് ശേഷം നമ്മൾ സർക്കുലർ മോഷനിൽ നല്ല രീതിക്ക് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് ഒരു 2 മിനിറ്റ്സ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ആ സർക്കുലർ മോഷനിൽ ചെയ്യാം കേട്ടോ. ഇനി നമുക്കത് വാഷ് ചെയ്ത് കളയാം. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സെറമാണ്. സെറം ഡെർമാക്കോൻ്റെ സെറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, വിറ്റമിൻ സിൻ്റെ സെറം. അതൊരു 2 മന്ത്സായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഒരു 2 to 3 ഡ്രോപ്സ് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിക്ക് നമ്മളൊന്ന് നല്ല രീതിക്ക് മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 20 വയസ്സിന് താഴെയുള്ളവരാരും ഈ ഒരു സെറം യൂസ് ചെയ്യരുത്. ഒരു തരത്തിലുള്ള സെറം യൂസ് ചെയ്യരുത്. 20 വയസ്സിന് മുകളിലുള്ളവർ മാത്രം സെറംസ് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഡെർമാക്കോനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യാറ്. 2 മാസമായിട്ട് 2 മാസത്തിന് മേലെയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ലിപ് കെയറാണ് ചെയ്യാറ്. അപ്പോൾ ലിപ് കെയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇച്ചിരി ഹണിയിൽ ലെമൺ ഒരു 2 ഡ്രോപ്സ് ഒഴിക്കും. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ലിപ്പിലൊന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓൾഡ് ബ്രഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് സ്ലൈറ്റായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ആ ഡെഡ് സ്കിന്നൊക്കെ രാവിലെയൊക്കെ പോയി നമ്മൾ പുറത്തൊക്കെ പോയി അലഞ്ഞ് തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു പൊടിയും ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും. എനിക്ക് ലിപ്സ് ക്ലാസ്സിന് പോയിരുന്ന ടൈമിലൊക്കെ നല്ല രീതിക്ക് ഒന്ന് ഡാർക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതൊരു 6 മന്ത്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡേഗയുടെ ലിപ് ബാം അടിപൊളി സാധനമാണ്. 6 മന്ത്സായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് കാര്യങ്ങളില്ല. എൻ്റെ ചുണ്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാനും ഹൈഡ്രേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ഈ ഡേഗയുടെ ലിപ് ബാം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്.